അടുത്ത കഥ രസകരമാണ്. ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് വരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ കണക്കാണ് പലപ്പോഴും എനിക്ക് മമ്മൂക്കയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. ആലിപ്പഴം പഴുക്കുമ്പോൾ വായ്പുണ്ണ് വന്നാൽ പിന്നെ കാക്കയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ. ഞാവൽപ്പഴത്തിനാണ് പറയുന്നത്. ആദ്യം ചെയ്ത സിനിമകൾ നന്നാവാതെ പോയ വിഷമത്തിൽ നിന്നുകൊണ്ട് ഡെന്നിസ് ജോസഫുമായിരുന്ന് ഒരു ഡോണിൻ്റെ കഥയുണ്ടാക്കിയൊരു സംവിധായകൻ, ഒരു അധോലോക നായകൻ്റെ, ചെറുപ്പക്കാരനായ ചോര തുടിക്കുന്ന ഒരു അധോലോക നായകൻ്റെ ആ കഥയുമായി മമ്മൂട്ടിയെ സമീപിച്ചു. കാരണം തൊട്ട് മുമ്പ് ചെയ്തത് മമ്മൂട്ടിയെ നായകനാക്കിയാണ് പുള്ളി പടം എടുത്തത്. ആ നേരം അല്പം ദൂരം ഓടിയില്ല. കഥ പറഞ്ഞു. കഥയൊക്കെ കേട്ടിട്ട് പുള്ളി കൂളായിട്ട്, നമുക്ക് ചില നേരത്ത് ചങ്ക് കുത്തി പോകുന്ന വർത്തമാനം പറയുമല്ലോ. നിനക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം, വേണേൽ എൻ്റെ കൂടെ കൂടിക്കോ എന്ന് പകുതി തമാശയിലും പകുതി കാര്യവുമായി മമ്മൂക്ക പറഞ്ഞത് കേട്ട് ഒന്നും പറയാൻ നിൽക്കാതെ ആ സംവിധായകൻ ഇറങ്ങി. ഡെന്നിസ് ജോസഫിനെയും കൂട്ടി എറണാകുളത്ത് എന്താ പറയുക, ഒരു പഴയ കൽപ്പക ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, പി വി ഗംഗാധരൻ്റെ ഭാഗം, KTC ഗ്രൂപ്പിൻ്റെ. അതിപ്പോൾ ആശുപത്രിയാണ്. അവിടെ കൽപ്പക ടൂറിസ്റ്റ് ഹോമിൽ ചെന്ന് മോഹൻലാലിനെ കാണണമെന്ന് പറഞ്ഞ് കയറി ചെന്നു. ചിലപ്പോൾ മോഹൻലാൽ ഉറങ്ങിക്കിടക്കുന്ന മോഹൻലാലിനെ പോയി കണ്ടു. സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഞങ്ങൾ മമ്മൂക്കയെ വെച്ച് ചെയ്യാതിരുന്നതാണ്. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ലാലിനൊരു ഡേറ്റ് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എപ്പോൾ വേണം ഡേറ്റ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. അല്ല, കഥ കേൾക്കട്ടെ എന്ന് ചോദിച്ചു. എഴുതാൻ അറിയാവുന്ന തിരക്കഥാകൃത്തിനെയും എടുക്കാൻ അറിയാവുന്ന സംവിധായകനെയും എനിക്ക് വിശ്വാസമാണ് എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി.